വളരെ എമർജൻസിയാണ് പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നവാസ് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ട 25 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകണേ. പെരുന്നാൾ ആഘോഷിക്കാൻ പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമായി തങ്ങളുടെ പൊന്നുപ്പ വരുന്നതും കാത്തിരിക്കുന്ന ഈ കുരുന്നു മാലാഖകളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഈ മക്കൾ അനാഥരാകാതിരിക്കാൻ, ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ എല്ലാവരും കൂടി ഉണ്ടാകണം. എപ്പോ വരും? വരുമോ? എത്ര ഉടുപ്പ് പൊടിച്ചിരും? 5 സഹായിക്കണം. എല്ലാവരും അപ്പുറത്തെ കുട്ടികളെ എന്താ ആരുമില്ല. എനിക്ക് എന്തെന്ന് പറയാ, 2 കുട്ടികൾ കയറിക്കണ ഓന്റെ മേത്ത് കയറിക്കണ്ട കുട്ടികളാണ്. ഞങ്ങൾ സഹായിച്ചിട്ടില്ല. ഒരു പാവിയാണ് ഈ നിൽക്കണ കണ്ടില്ലേ, ഒരു പാവി. ആരുമില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരാതെ ഞങ്ങളുടെ അടുത്ത് നിർത്തി കൊടുക്കാനൊന്നുമില്ല. ഞങ്ങൾ സഹായിച്ചേ പറ്റൂ. നിങ്ങൾ സഹായിക്കണം. ഈ 2 കുട്ടികളെ കണ്ടിട്ട് സഹായിക്കണം. ഈ 2 പെൺകുട്ടികളാണ് വലിക്കുന്നത്. എടുക്കുന്ന അവസ്ഥ കണ്ടിട്ട് നെഞ്ഞി പൊട്ടിയിട്ടാണ് ഈ പറയുന്നത്. സഹായിച്ചു കൊടുക്കുന്നുണ്ടോ? പറഞ്ഞെടുക്കുമല്ലോ. അസ്സലാമലൈക്കും. എന്റെ ഭർത്താവ് നവാസാണ്. പനിയായ കാരണം ശരീരത്തിന് മൊത്തം ഇൻഫെക്ഷനായിട്ട് ആകെ കിടപ്പിലാണ്. ഒരു നിവർത്തിയില്ല. 2 പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്നത്. സഹായിക്കണം. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷഹീൻ കെ മൊയ്തീനാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം, ഒരു സംഖ്യ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തിട്ട് നവാസിനെ സഹായിക്കണം. കാരണം 2 പിഞ്ചു മക്കളാണ്. നമ്മളെല്ലാവരും വലിയ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മക്കള് പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമായിട്ട് പെരുന്നാളിനെ വരവേൽക്കാനായിട്ട് ഓടിച്ചാടി നടക്കുമ്പോൾ ഇവരുടെ പൊന്നുപ്പ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും കൊണ്ടുവരുന്നതും കാത്തി പിഞ്ചു മക്കള് കാത്തിരിക്കുക. അവർക്കറിയില്ല അവരുടെ ഉപ്പ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ഇതൊന്നും അറിയാതെ കളിച്ചും ചിരിച്ചു ഈ മക്കള് കഴിയുമ്പോൾ ഒരു നിമിഷം നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ മുഖമൊന്നും മനസ്സിലാലോചിക്കണം, സഹായിക്കണം. ടൈഫോയിഡ് കൂടി അത് സെപ്റ്റിക് ഷോക്കായി അദ്ദേഹത്തിന്റെ എല്ലാ ഓർഗൻസിനും അത് ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോ കിഡ്നിയും ഹാർട്ടും ലങ്സും ബ്രെയിനും ഡാമേജാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്, കോമ സ്റ്റേജിലാണ് ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചേർന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഇവരെ കൊണ്ട് കൂടാത്ത വലിയ തുകയാണ്. 25 ലക്ഷത്തോളം രൂപയാണ് ഈ ചെറുപ്പക്കാരന് ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത്. വീടാണെങ്കിൽ ഒരുപാട് ലോണൊക്കെ എടുത്തത് ജപ്തി ഭീഷണിയുടെ നിഴലിലാണ്. ഈ 2 മക്കളുടെ മുഖമൊന്നും മനസ്സിലാലോചിച്ചിട്ട് മക്കൾക്ക് ഉപ്പായി തിരിച്ചു കൊടുക്കണം. അവരുടെ ഏകമുള്ള പ്രതീക്ഷയാണ് ഈ കുടുംബത്തിന്റെ. സഹായിക്കണം എല്ലാവരും. പാലക്കാട് ജില്ലയിലെ തൃത്താല പഞ്ചായത്തില് മേഴത്തൂരാണ് നവാസും കുടുംബവും താമസിക്കുന്നത്. അവിടെ മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെ ഒക്കെ കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട്. അതിന്റെ ഭാരവാഹികൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ഒരിക്കൽ കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ അയച്ചു കൊടുത്തിട്ട് വീഡിയോ മാക്സിമം ആളുകൾക്ക് എത്തിക്കാനുള്ള സഹായം കൂടി നിങ്ങൾ ചെയ്തു തരണം. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നമ്മളൊക്കെ വലിയൊരു ആഘോഷത്തിന്റെ പിന്നിലാണ്. വലിയ പെരുന്നാളിന്റെ ആഘോഷവും സ്വന്തം വാപ്പ മക്കൾക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന 2 കുഞ്ഞു മക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ആ മക്കളൊക്കെ ഓർത്ത് നിങ്ങൾ സഹായിക്കണം. നവാസിനെ ഇന്ന് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഏകദേശം 10-30 ലക്ഷം രൂപയുടെ അടുത്ത ആവശ്യമുണ്ട്. ഒരു പനി ബാധിച്ചിട്ട് കരളിനും ലിവറിനും കിഡ്നിക്കും അതുപോലെ തലച്ചോറിലും ഒക്കെ
രോഗം ബാധിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ കിടക്കുന്നത്. ആ പൊന്നു മക്കളുടെ മുഖം ഓർത്ത് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഉടുപ്പും പലഹാരങ്ങളും വാങ്ങിക്കൊടുക്കുന്ന അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ മക്കളെ മാത്രം ഓർത്ത് നിങ്ങൾ സഹായിക്കുക. കാരണം പ്രിയപ്പെട്ട കൂടപ്പറപ്പുകൾ ഓട്ടോ തൊഴിലാളികളാണ്. അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന പല സഹായങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളാണ് നമ്മൾ ഓട്ടോ തൊഴിലാളികൾ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ ഓട്ടോ ഓടുന്ന നിങ്ങളെ കൂലിയിൽ നിന്ന് ഒരു 10 രൂപ ഈ സഹോദരന് മാറ്റിവെച്ചാൽ നിങ്ങളുടെ കൂടപ്പറപ്പ് നാളെ നമ്മുടെ മുന്നിൽ ജീവനോടെ നല്ല സന്തോഷത്തോടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ പെരുന്നാൾ ദിനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുണ്യമാണ്. നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും, നമസ്കാരം. ഞങ്ങളുടെ കൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ് നവാസ്. നവാസ് സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് എറണാകുളം ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എല്ലാ സഹായങ്ങളും ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഓട്ടോ ഡ്രൈവർമാരെ എന്ന നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം 10 രൂപയെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാവപ്പെട്ട ഒരു കുടുംബമാണ്, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതാണ്. അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, തൃത്താല പഞ്ചായത്ത് 14-ാം വാർഡിൽ താമസിക്കുന്ന മണൽപ്പറമ്പിൽ നവാസ് എന്ന 35-കാരൻ ഒരാഴ്ചകൾക്ക് മുമ്പേ പനി ബാധിച്ച് പട്ടാമ്പിയിലും പെരിന്തൽമണ്ണ വിവിധ ആശുപത്രികളിലും ചികിത്സ നേടിച്ച് അത്യാസന്ന നിലയിൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി കഴിയുകയാണ്. 35 വയസ്സുള്ള നമ്മുടെ സഹോദരന് 2 പിഞ്ചുമക്കളാണുള്ളത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരു പൈസ പോലും ഇല്ലാത്ത ചികിത്സക്ക് വഴിമുട്ടി നിൽക്കുന്ന നമ്മളെ സഹോദരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എല്ലാ സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളും ഈ വീഡിയോ കണ്ട് തട്ടി നീക്കാതെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. 14-ാം വാർഡിലുള്ള മെമ്പർ വരെ നമ്മളൊപ്പം വിവിധ മഹല്ല് അതുപോലെ നാട്ടുകാരായിട്ടുള്ള എല്ലാ വ്യക്തികളുമുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് നമ്മളുടെ ഈ നവാസ് എന്ന കുഞ്ഞുമോനെ എല്ലാവരും രക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പറാണ് ഞാൻ. 14-ാം വാർഡിൽ താമസിക്കുന്ന നവാസ് മണൽപ്പറമ്പിൽ എന്ന 35-കാരൻ പനി മൂലമുണ്ടായ ബുദ്ധിമുട്ടാൽ അതിദാരുണാവസ്ഥയിലാണിപ്പോൾ. എറണാകുളം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി അഡ്മിറ്റായിട്ടുള്ള അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് കഴിഞ്ഞു പോരുന്നത്. വമ്പിച്ച തുക അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ആവശ്യമാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.